ഹരേ കൃഷ്ണ. ഇന്നത്തെ വീഡിയോ ദ്വാദശാക്ഷര മന്ത്രത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന മന്ത്രമാണ്. പക്ഷേ അതിൻ്റെ മഹത്വം, അത് എങ്ങനെ ഉണ്ടായെന്നും ആരോട് പറഞ്ഞെന്നും നമുക്ക് അറിയില്ല. മിക്ക ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ അത് എങ്ങനെ ഉണ്ടായി, അതിൻ്റെ പിറകിലൊരു കഥയുണ്ട്. കഥയല്ല, ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് എന്തുവാണെന്ന് നോക്കാം. ഞാൻ പെട്ടെന്ന് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ മന്ത്രം എന്തുവാണെന്നും മന്ത്രം എങ്ങനെ ജപിക്കേണ്ടെന്നും മന്ത്രത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ സർവ്വസിദ്ധികളും കിട്ടുന്ന എല്ലാ അഭീഷ്ടങ്ങളും നിങ്ങളുടെ സാധിച്ചു വരുന്ന ഒരു മന്ത്രമാണ്. അത് നിഷ്ഠയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ദ്വാദശാക്ഷര മന്ത്രം എങ്ങനെയാണ് ഇത് ഉത്ഭവിച്ച, ആരോട് പറഞ്ഞാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ മനുവിൻ്റെ പുത്രനായ ഉത്ഥാനപാത രാജാവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് സുരുചിയും ഒന്ന് സുനിതിയും. അപ്പോൾ സുരുചിയുടെ മകനാണ് ഉത്തമൻ, സുനിതിയുടെ മകനാണ് ധ്രുവൻ. അപ്പോൾ രാജാവിന് ഏറ്റവും കൂടുതൽ സുരുചിയോടായിരുന്നു ഇഷ്ടം. അപ്പോൾ ഒരു ദിവസം സുരുചിയുടെ മകനായ ഉത്തമൻ പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്നത് കണ്ട് സുനിതിയുടെ മകൻ ധ്രുവനും ഒരു ആഗ്രഹം വന്നു, എൻ്റെ അച്ഛൻ്റെ രാജാവിൻ്റെ മടിയിൽ ഇരിക്കണമെന്ന്. അങ്ങനെ ധ്രുവൻ രാജാവിൻ്റെ മടിയിൽ ഇരുന്നു. അപ്പോൾ സുരുചി വന്നിട്ട് പറഞ്ഞു, ഇല്ല, നിനക്ക് ഇരിക്കാനുള്ള അധികാരമില്ല. നിനക്ക് ഇനി നിൻ്റെ ഈ അച്ഛൻ്റെ മടിയിൽ ഇരിക്കണമെങ്കിൽ അടുത്ത ജന്മത്ത് നീ എൻ്റെ മകനായിട്ട് പിറന്നാൽ മാത്രമേ നിനക്ക് അതിനുള്ള ഒരു ഇത് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ധ്രുവനെ മടിയിൽ നിന്നും ഇറക്കി വിടുകയാണ് സുരുചി ചെയ്തത്. അപ്പോൾ ഇത് കണ്ട് 5 വയസ്സ് മാത്രം പ്രായമുള്ള ധ്രുവന് ഇത് ഭയങ്കരമായിട്ട് അവന് ഒരു വിഷമം ഉണ്ടാകുകയും അവൻ്റെ അമ്മയുടെ മുന്നിൽ വന്ന് അമ്മയോട് കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. അപ്പോൾ ധ്രുവൻ്റെ അമ്മയായ സുനിധി പറയുകയാണ്, മോനെ നീ ഇത് കൊണ്ട് വിഷമിക്കേണ്ട. ഇതെല്ലാം നിൻ്റെ കഴിഞ്ഞ കാലദോഷം, നിൻ്റെ കഴിഞ്ഞ കാലത്തിൽ നീ ചെയ്ത പാപങ്ങളുടെ ഫലമാണ് നീ അനുഭവിക്കുന്നത് ഇപ്പോൾ ഈ ജന്മത്തിൽ. അപ്പോൾ ധ്രുവൻ ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ ആ ദോഷം എങ്ങനെ ഞാൻ മാറ്റും എന്നപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. സുനിധി പറയുകയാണ്, ശ്രീഹരിയെ നീ ഭജിക്കൂ. അത് മാത്രമേ, ശ്രീഹരിക്ക് മാത്രമേ നിൻ്റെ ഈ ദോഷങ്ങളിൽ നിന്നും ഈ വിഷമങ്ങളിൽ നിന്നും മാറ്റുവാനായിട്ട് ഒരു ഉപായം ശ്രീഹരിക്ക് മാത്രമേ തരാൻ പറ്റുമുള്ളൂ എന്ന് അമ്മയായ സുനിധി ധ്രുവനോട് പറയുകയാണ്. അപ്പോൾ ചെറിയ കുട്ടിയായ 5 വയസ്സ് മാത്രം പ്രായമായ ധ്രുവൻ്റെ കഴിഞ്ഞകാല കർമ്മദോഷങ്ങൾ മാറ്റുന്നതിന് വേണ്ടി അവൻ വീട് വിട്ടിറങ്ങിയാണ്, കൊട്ടാരം വിട്ടിറങ്ങുകയാണ്. അപ്പോൾ എങ്ങനെ ഇറങ്ങി പോകുന്ന വഴിയിൽ മാർഗമധ്യേ നാരദ മഹർഷിയെ കണ്ടുമുട്ടുകയും നാരദ മഹർഷി കുട്ടിയോട് ചോദിക്കും, നീ എവിടെ പോവാന്ന്. അപ്പോൾ നാരദ മഹർഷിയോട് കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നു. അപ്പം നാരദ മഹർഷി കുട്ടിയെ പിന്തിരിപ്പിക്കാൻ കുറേ നോക്കി. പക്ഷേ ധ്രുവൻ ഒരു ഉറച്ച തീരുമാനത്തിലായിരുന്നു. ഞാൻ കൊട്ടാരത്തിലോട്ട് തിരിച്ചു പോകുകയില്ല. എനിക്ക് ശ്രീഹരിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടണം എന്ന്, അതിനു വേണ്ടി എനിക്ക് ഉപായം പറഞ്ഞു തരൂ എന്ന് ധ്രുവൻ നാരദ മഹർഷിയോട് പറയുകയാണ്. നാരദ മഹർഷിക്ക് മനസ്സിലായി ധ്രുവൻ്റെ കഠിനമായ ആ ആഗ്രഹം തന്നെ അവനെ നടത്തണം. അവനെ തിരിച്ചു പോകാനുള്ള തിരിച്ചു പോകാനായിട്ട് ഒരു സാധ്യതയുമില്ലെന്ന് കണ്ടു. അപ്പോഴേക്കും നാരദ മഹർഷി ധ്രുവന് പറഞ്ഞു കൊടുക്കുകയാണ്, നീ മധുരയിലുള്ള മധുവനത്തിലോട്ട് പൊയ്ക്കോളൂ. അവിടെ നീ ഒരു സപ്തരാത്രം എന്ന് പറഞ്ഞാൽ 7 ദിവസം 7 രാത്രി, സപ്തരാത്ര ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ ഒരു സമയം പോലും നീ വിടാതെ നീ ഭഗവാനെ ജപിക്കുന്നതിനുള്ള മന്ത്രം ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പേ നീ കുളിച്ച് ശുദ്ധിയായി നല്ല വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം, പിന്നെ പുഷ്പങ്ങൾ, അവിടെ കാട്ടിൽ കിട്ടുന്ന പുഷ്പങ്ങൾ, പിന്നെ പഴങ്ങൾ, പുതുതായി കിളിച്ചു വരുന്ന കറുകപ്പുല്ല്, പിന്നെ വസ്ത്രം, ഭഗവാന്റെ ഏറ്റവും പ്രിയങ്കരമായ തുളസി, ഇത് എല്ലാം കൊണ്ട് നീ ഭഗവാനെ അർച്ചിച്ചതിന് ശേഷം ഈ മന്ത്രം നീ ജപിക്കൂ. നിൻ്റെ അഭീഷ്ടം ഭഗവാൻ ശ്രീഹരി തന്നെ നിൻ്റെ അഭീഷ്ടം നിനക്ക് തീർത്തു തരുന്നതായിരിക്കുമെന്ന് നാരദ മഹർഷി ധ്രുവനോട് പറയുകയാണ്. ശേഷം ആ മന്ത്രം പറയുകയാണ്. ആ മന്ത്രം ഇതാണ്: ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നീ 7 സപ്തരാത്രം എന്ന് പറഞ്ഞാൽ 7 ദിവസവും 7 രാത്രിയും. സപ്താഹമൊക്കെ ചെയ്യത്തില്ല. അപ്പോൾ സപ്താഹമൊക്കെ 7 ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സപ്താഹം, ഇത് സപ്തരാത്രം. ഓക്കെ, നീ ഭഗവാനെ ഭജിക്കൂ. 12 അക്ഷരങ്ങളുള്ള
ദ്വാദശാക്ഷര മന്ത്രം ജപിക്കുമ്പോൾ ഈശ്വരൻ നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു തോന്നലാണ് നമുക്ക് കിട്ടുന്നത്. 12 അക്ഷരങ്ങളടങ്ങിയ ഈ ദ്വാദശാക്ഷര മന്ത്രം ഓരോ അക്ഷരങ്ങളും ഭഗവാന്റെ 12 നാമങ്ങളെ വിശേഷിപ്പിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്നത് കൂട്ടി തന്നെ ഓം കേശവൻ, ന നാരായണൻ, മു മാധവൻ, ഭ ഗോവിന്ദൻ, ഗ വിഷ്ണു, വ മധുസൂദനൻ, തേ ത്രിവിക്രമൻ, വാ വാമനൻ, സു ശ്രീധരൻ, ദേ ഋഷികേശൻ, വാ പത്മനാഭൻ, യ ദാമോദരൻ എന്നിങ്ങനെയാണ് ഈ 12 നാമങ്ങൾ ഭഗവാനെ വിശേഷിപ്പിക്കുന്നത് ഈ 12 അക്ഷരങ്ങൾ കൊണ്ട്. ഈ മന്ത്രത്തിൻ്റെ അർത്ഥമോ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആ വാസുദേവനായിക്കൊണ്ട് നമസ്കാരം എന്ന് അർത്ഥം വരുന്ന ഈ മഹാമന്ത്രം ചൊല്ലിക്കൊണ്ട് അർച്ചന ചെയ്താൽ നിങ്ങളുടെ ഏത് ഇഷ്ടവും ഏത് അഭീഷ്ടവും ഭഗവാൻ സാധിച്ചു തരും എന്നാണ് വിശ്വാസം. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ മന്ത്രം ജപിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സിദ്ധി ലഭിക്കുന്നതിനോ നിങ്ങളുടെ അഭീഷ്ടങ്ങൾ തീരുന്നതിനോ വേണ്ടി നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഡെയിലി നിങ്ങൾക്ക് ഈ മന്ത്രം കുളിച്ച് ശുദ്ധിയായി ഇരുന്നിട്ട് നിങ്ങളെ തുളസിമാല കൊണ്ട് 108 മന്ത്രം ജപിച്ചാൽ നിങ്ങളുടെ അഭീഷ്ടകാര്യസിദ്ധി നടക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇത്രമേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ പുതിയതായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ.